നമസ്കാരം. സൈബർ കുറ്റകൃത്യങ്ങൾ അരങ്ങുവാണ് ഒരു വർഷമായിരുന്നു കടന്നുപോയത്. ഓൺലൈൻ സേവനങ്ങളും ഇടപാടുകളും വർദ്ധിച്ചതോടെ തട്ടിപ്പുകളും ഹൈടെക്കായി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 2024 ആദ്യ 6 മാസങ്ങളിൽ രാജ്യത്ത് ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ നഷ്ടമായത് 11,000 കോടി രൂപയാണ്. അതേസമയം ഐഫോൺ, ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾക്ക് ഇപ്പോൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. സൈബർ കുറ്റവാളികൾ സ്മാർട്ട് ഫോണുകളെ ലക്ഷ്യമിടുന്നതായാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. സമീപകാല മുന്നറിയിപ്പ് അനുസരിച്ച് അജ്ഞാത ഉറവിടങ്ങളിൽ നിന്ന് വരുന്ന PDF ഫയലുകൾ തുറക്കുന്നത് ഉപയോക്താക്കൾ ഒഴിവാക്കണം. കാരണം അവയിൽ നിങ്ങളുടെ ഡാറ്റയും ക്രെഡൻഷ്യലുകളും മോഷ്ടിക്കാൻ കഴിയുന്ന വൈറസുകളും ദോഷകരമായ ലിങ്കുകളും അടങ്ങിയിരിക്കാം. പരമ്പരാഗത സുരക്ഷാ പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടുന്ന PDF ഫയലുകൾ ഇപ്പോൾ ഹാക്കർമാർ സൃഷ്ടിക്കുന്നുണ്ടെന്ന് സ്ലാബ്സ് ടീം പ്രസിദ്ധീകരിച്ച സിംബീരിയം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ ഫയലുകളിൽ ഹാനികരമായ ലിങ്കുകളും മറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് ഉപയോക്താക്കളെ ദോഷകരമായി ബാധിക്കും. ഫോബ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 20-ലധികം പ്രശ്നബാധിതമായ PDF ഫയലുകളും 630 ഫിഷിംഗ് പേജുകളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ സൈബർ ക്രിമിനൽ നെറ്റ്വർക്ക് 50-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഉപയോക്താക്കളെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോസ്റ്റൽ സർവീസ് പോലുള്ള പ്രശസ്തമായ ഓർഗനൈസേഷനുകളിൽ നിന്നുള്ള ഔദ്യോഗിക സന്ദേശങ്ങൾ എന്ന വ്യാജേന മാൽവെയർ നിറഞ്ഞ PDF ഫയലുകളാണ് ഹാക്കർമാർ അയക്കുന്നത്. ഈ ഫയലുകൾ ബാങ്കുകളിൽ നിന്നോ ഡെലിവറി സേവനങ്ങളിൽ നിന്നോ മറ്റേതെങ്കിലും അറിയപ്പെടുന്ന ബ്രാൻഡുകളുടെ പേരിലോ വന്നേക്കാം. ഈ ഫയലുകളിൽ ഹാനികരമായ ലിങ്കുകളും അടങ്ങിയിരിക്കുന്നുണ്ട്. ഇവയെ മറയ്ക്കാൻ ഹാക്കർമാർ പ്രത്യേക സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നുണ്ട്. അതിനാൽ അവ പരമ്പരാഗത സുരക്ഷാ സോഫ്റ്റ്വെയറുകൾക്ക് പ്രശ്നം കണ്ടെത്താൻ സാധിക്കില്ല. ചെറിയ വലിപ്പത്തിലുള്ള മൊബൈൽ സ്ക്രീനുകളും സുരക്ഷാ സോഫ്റ്റ്വെയറിന്റെ ശക്തി കുറവും കാരണം ഉപയോക്താക്കൾക്ക് ഈ ഫയലുകൾ തുറക്കുന്നതിന് മുമ്പ് അവ ശരിയായി പരിശോധിക്കാൻ കഴിയില്ല. ഇതാണ് ഈ അപകടം കൂടുതൽ വർദ്ധിക്കാൻ കാരണമാകുന്നത്. ഇതിൽ നിന്ന് സ്വയം എങ്ങനെ സുരക്ഷിതമാകാമെന്ന് നോക്കാം. അജ്ഞാതമായ PDF ഫയലുകൾ ഒഴിവാക്കണം. അതായത് ഏതെങ്കിലും അജ്ഞാത ഉറവിടങ്ങളിൽ നിന്ന് ലഭിച്ച ഒരു PDF ഫയലും തുറക്കാൻ പാടില്ല, പ്രത്യേകിച്ചും അത് നിങ്ങൾക്ക് ഒരു സന്ദർഭവും ഇല്ലാതെ അയച്ചതാണെങ്കിൽ. അടുത്തത് സുരക്ഷാ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പരിശോധിച്ചുറപ്പിക്കുക എന്നതാണ്. ഫയൽ തുറക്കുന്നതിന് മുമ്പ് വിശ്വസനീയമായ സുരക്ഷാ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് നോക്കണം. അജ്ഞാത ലിങ്കുകൾ ശ്രദ്ധിക്കണം. അജ്ഞാത നമ്പറുകളിൽ നിന്നോ മെയിലുകളിൽ നിന്നോ വരുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് ഒഴിവാക്കണം. കാരണം ഹാക്കർമാർ പലപ്പോഴും ഈ ലിങ്കുകൾ അടിയന്തരമോ ഔദ്യോഗികമോ ആണെന്ന നാട്യത്തിലാണ് അയക്കുന്നത്. നിങ്ങളുടെ സോഫ്റ്റ്വെയർ അപ് ടു ഡേറ്റ് ആക്കി നിലനിർത്തണം. നിങ്ങളുടെ ഉപകരണത്തിന്റെ സോഫ്റ്റ്വെയർ ഇപ്പോഴും അപ് ടു ഡേറ്റ് ആയി സൂക്ഷിക്കണം. അതിലൂടെ സുരക്ഷ കരുത്തുറ്റതാക്കാനാകും.